വയസ്സ് 15 പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് ഈ കിൻഡർ ജോയ് മുട്ടായൊക്കെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ കുഞ്ഞുവാവ് ഇങ്ങനെ ഉണർന്നു വരും. അങ്ങനെ ഉണർന്നു വന്നപ്പോൾ വാങ്ങിച്ചൊരു സാധനമാണ് ഈ ഒരു കിൻഡർ ജോയ്. പിന്നെ ചാനൽ തുടങ്ങിയതിന് ശേഷം കണ്ട ചപ്പൻ ചോറും കൂട്ടിക്കുന്നത് എനിക്കൊരു ശീലമായി കഴിഞ്ഞു. അങ്ങനെ കൂട്ടിവെച്ചൊരു സാധനമാണ് ഈ ഒരു സാധനവും. പക്ഷെ എൻ്റെ കണ്ണിൽ പെട്ടത് ഇന്നാണെന്ന് മാത്രം. കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഇപ്പോൾ എന്തുണ്ടാക്കാമെന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ എല്ലാവരും ഒരു ക്യൂട്ട് മിനി പൗച്ചാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനും അതുണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു. അങ്ങനെ സ്റ്റെപ്സ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്ത മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് സിബ് ഒട്ടിക്കുന്ന പരിപാടി എത്തിയപ്പോഴുണ്ടല്ലോ, ആ സിബ് ഒട്ടിക്കുന്ന കാര്യം എൻ്റെ കയ്യിൽ നിൽക്കില്ല. എൻ്റെ കയ്യിലുള്ള ഗ്ലൂ ഗണ്ണാണെങ്കിൽ എനിക്ക് എടുക്കാൻ മടിയാണ്, എന്നാൽ ഫെവിക്കോൾ വെച്ചാൽ നടക്കില്ല. അപ്പോഴാണ് ഐഡിയ മാറ്റി കീ ചെയിനിലോട്ട് വന്നത്. ഈ കീ ചെയിൻ ആണെങ്കിൽ എൻ്റെ ഓൺ ഐഡിയ ആണ്, അതുകൊണ്ട് അതിൻ്റെതായ കുറവുകൾ സ്വാഭാവികമാണ്. ഇത്രയൊക്കെ പറഞ്ഞു തന്നപ്പോഴേ നമ്മുടെ കിച്ചൺ ഉണ്ടല്ലോ ഇതുവരെ എത്തി. സംഭവം വേറൊന്നുമല്ല, കിൻഡർ ജോയുടെ തോട് രണ്ടായിട്ട് ഒട്ടിക്കുക, എന്നിട്ട് മാസ്കിൻ ടേപ്പ് വെച്ചൊക്കെ ഒട്ടിച്ചെടുത്തിട്ട് പശ വെച്ച് ഈ പഞ്ഞെല്ലാം കൂടെ അതിൻ്റെ അകത്ത് ഒട്ടിക്കുക. പിന്നെ വന്നതാണ് കണ്ണ്, മൂക്ക്, വാ. അതെല്ലാം ഞാൻ കളർ പേപ്പർ വെച്ചിട്ട് വെട്ടി ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണേ. ഇതിപ്പോൾ എന്താ ചെയ്വേ, ഒരു മൗസ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഈ എലിത്തീമിലുള്ള പഞ്ഞി കീച്ചെയിൻ ഇവിടെ റെഡി. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ ചാനലിൽ ടോപ്പ് കമൻറ്റിനെ സെലക്ട് ചെയ്ത് വിന്നറിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിന്നർ നിങ്ങളാവണമെന്നുണ്ടെങ്കിൽ പോയി കമൻറ്റ് ചെയ്തോ. പിന്നെ ഈ ഒരു എൽ കീച്ചൻ്റെ ഫൈനലൊക്കെ എങ്ങനെയുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ.